എനിക്ക് മാത്സ് നല്ല ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് സ്കോർ ഇമ്പ്രൂവ് ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മാത്സിൽ ബിലോ ആവറേജ് ആണ്. ജസ്റ്റ് എഡീഷൻ പോലും വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യാറുള്ളത്. സോ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ ടൈമിലാണ് ഞാൻ വളരെയധികം സീരിയസ് ആയിട്ട് പഠിക്കാനായിട്ട് തുടങ്ങിയത്. സോ ജെറിൻ സാറിൻ്റെ ക്ലാസ്സാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ സാറിൻ്റെ റിവിഷൻ ക്ലാസ്സസ് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ സാറിൻ്റെ ക്ലാസ് കണ്ടിട്ട് എല്ലാ ടോപ്പിക്കിലും ഒരു നോട്ട് ഉണ്ടാക്കി, എല്ലാ ടോപ്പിക്ക് അതിൻ്റെ മോഡൽസ്, ഷോർട്ട് കട്ടുകൾ, ഫോർമുലകൾ, അതാണ് ഈ നോട്ട്. അതിനുശേഷം ഞാൻ ചെയ്തത് നല്ല ബുദ്ധിമുട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അത് മാത്രം ഒരു ബുക്കിൽ എഴുതി വെച്ചു. ഇതൊക്കെ നമ്മൾ എഴുതി വെച്ചാൽ മാത്രം പോരാ, ഒരു 1-2 വട്ടമെങ്കിലും മൊത്തം നമ്മൾ ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്തെത്താനുള്ളൊരു ടൈം നമ്മൾ കണ്ടെത്തണം. അതിനുശേഷം റീസെൻ്റ്ലിയാണ് ഞാൻ മേടിച്ചത്. ഒരുവിധം ഒന്ന് സെറ്റായി എന്ന് തോന്നിയപ്പോൾ ലക്ഷ്യയുടെ ഈ ബുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇത് ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങി. നമ്മളുടെ സ്പീഡ് ഇമ്പ്രൂവ് ആവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. ഇതേ പ്രോബ്ലം നമ്മൾ മുൻപ് ചെയ്തപ്പോൾ എത്ര ടൈം എടുത്തു, ഇപ്പോൾ ചെയ്യുമ്പോൾ എത്ര ടൈം എടുത്തു, അതും ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. സോ ദാറ്റ് നമ്മുടെ സ്കോർ തന്നെ ഉയർന്നു വരുന്നത് കാണാം. നമുക്ക് പരിചയമുള്ള ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുമ്പം നമുക്ക് വരുന്നതായിട്ട് കാണാം. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഇമ്പ്രൂവ് ആവും.